ട്രെയിൻ പാളം മുറിച്ച് കടക്കുന്നതിനിടെ +1 വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനിയെ മറ്റൊരു വിദ്യാർത്ഥി സാഹസികമായി രക്ഷപ്പെടുത്തി. കൊല്ലം കുമ്മല്ലൂർ സ്വദേശിനി അജികുമാർ ലീജ ദമ്പതികളുടെ മകൾ ദേവനന്ദയാണ് അതിദാരുണമായി മരണപ്പെട്ടത്. നേത്രാവതി എക്സ്പ്രസ് അവിടെ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നു. അപ്പുറത്ത് കോട്ടയം എക്സ്പ്രസ് അവിടെ കിടക്കുന്നു, നിർത്തിയിട്ടിരിക്കുന്നു. ഈ സമയത്താണ് ഈ കുട്ടികൾ, ഇതിൽ ദേവനന്ദ ദാരുണമായി മരിച്ച ദേവനന്ദ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പൊടുന്നനെ ഈ നേത്രാവതി വരുന്നത് കണ്ടുകൊണ്ട് ഒരു കുട്ടി അപ്പുറത്തേക്ക് ചാടിയെങ്കിലും ദേവനന്ദയ്ക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ദേവനന്ദ അപകടത്തിൽപ്പെട്ടതും ജീവൻ നഷ്ടമായത്. വൈകിട്ട് 4:30 മയ്യനാട് റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് സംഭവം. ഒരു ട്രാക്കിൽ കോട്ടയം പാസഞ്ചർ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനികൾ ദേവനന്ദയും ശ്രേയയും പാളം മുറിച്ച് കടക്കുമ്പോൾ മറ്റേ ട്രാക്കിൽ തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി കടന്നു വരുന്നു. ഈ സമയം പ്ലാറ്റ്ഫോമിലെത്തിയ ഇതേ സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥി അഹമ്മദ് നിഹാൽ ശ്രേയയെ പിടിച്ചു കയറ്റി. ചേട്ടാ, എന്നെ കൂടി പിടിച്ചു കയറ്റുമോ എന്ന് ദേവനന്ദ പറഞ്ഞതും അതിന് ശ്രമിക്കുമ്പോൾ ട്രെയിൻ എത്തിയിരുന്നു. നിഹാലിൻ്റെ വാക്കുകൾ ബാക്കി പറയും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കൊച്ചെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും, അവിടെ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം ബഹളം വയ്ക്കുന്നു. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങ് വിളിച്ച്. അപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു, പേരെ കയറത്തില്ല. അപ്പോൾ അവൾ കൈ തന്നു. ഞാൻ ആദ്യം വിളിച്ച് കയറ്റിയപ്പോൾ ഇവളെ വലിച്ച് കയറ്റിയപ്പോൾ ഇരുന്ന് കയറി. രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ പിടിച്ച്. ബാഗിനകത്ത് ഭയങ്കര വെയിറ്റ് സാറേ. ചേട്ടാ എന്നെ ഒന്ന് വലിച്ച് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മുഖത്ത് എനിക്ക് വിഷമം. അതായത് അവളെ കൈയും പകുതി എൻ്റെ കയ്യിലായിപ്പോയി. കൂടെ നിൽക്കുന്നമാരുടെ ദേഹത്ത് മൊത്തം മാംസം. എനിക്കങ്ങ് പെട്ടെന്ന് എന്തോ. മിടുക്കിയാണ് ദേവനന്ദയെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ പഠിക്കുന്ന ചാത്തന്നൂർ കോഴിപ്പാട് സ്വദേശിയായ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ ദാരുണമായ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം മയ്യനാട് സ്വദേശിയായ ശ്രേയ എന്ന കുട്ടി ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന സയൻസ് ബാച്ചിൽ പഠിക്കുന്ന നിഹാൽ എന്ന് പറയുന്ന കുട്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും പിടിച്ചു കയറ്റിയതിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ കുട്ടിയെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അത് ദാരുണമായ സംഭവം നടക്കുകയാണ് ചെയ്തത്. ദേവനന്ദയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.